നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കുമളിയിൽ മക്കൾ ഉപേക്ഷിച്ചതിനെ തുടർന്ന് പോലീസ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സയിലിരിക്കെ വയോധിക മരിച്ച സംഭവത്തിൽ മക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. 2 പേർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള നിയമത്തിലെ വകുപ്പുകൾ ചുമത്തി. ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാനയാക്രമണം. ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ കർഷകന് ഗുരുതര പരിക്കേറ്റു. പരിക്കേറ്റത് ചിന്നക്കനാൽ BL റാം സ്വദേശി വെള്ളക്കല്ലിൽ സൗന്ദർരാജിന്. ബോധി പുരസ്കാരം പ്രശസ്ത ചിന്തകനും പ്രഭാഷകനും എഴുത്തുകാരനുമായ സുനിൽ P. ഇളയിടത്തിന് മന്ത്രി റോഷി അഗസ്റ്റിൻ സമർപ്പിച്ചു. രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിൽ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരുടെ പങ്ക് വലുതാണെന്ന് മന്ത്രി. പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ 2024 ഭാഗമായി ജില്ലയിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ഇതോടനുബന്ധിച്ച് ജില്ലാ കളക്ടർ ഷീബ ജോർജിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. വിശദമായ വാർത്തകളിലേക്ക്. കുമളിയിൽ മക്കൾ ഉപേക്ഷിച്ചതിനെ തുടർന്ന് പോലീസ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സയിലിരിക്കെ വയോധിക മരിച്ച സംഭവത്തിൽ മക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള നിയമത്തിലെ വകുപ്പുകൾ ചുമത്തിയാണ് 2 പേർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. കുമളി അട്ടപ്പള്ളം ലക്ഷം വീട് കോളനിയിൽ വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന മൈലക്കൽ അന്നക്കുട്ടി മാത്യുവാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. അന്നക്കുട്ടിയെ പോലീസ് ആശുപത്രിയിൽ എത്തിച്ചിട്ടും മക്കൾ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. തുടർന്ന് ജില്ലാ ഭരണകൂടവും പോലീസും നാട്ടുകാരും ചേർന്നാണ് കുമളിയിൽ എത്തിച്ച സംസ്കാരം ഉൾപ്പെടെ നടത്തിയത്. കുമളി ഗ്രാമപഞ്ചായത്ത് അംഗം ജയമോൾ മനോജിന്റെ മൊഴിയെടുത്താണ് കേരള ബാങ്ക് കുമളി ശാഖയിലെ ജീവനക്കാരനായ മകൻ സജിമോനും പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരിയായ മകൾ സിജിക്കുമെതിരെ കുമളി പോലീസ് കേസെടുത്തിരിക്കുന്നതെന്ന് കട്ടപ്പന DYSP VA നിഷാദ് മോൻ പറഞ്ഞു. മക്കൾക്കെതിരെ ഇന്ന് പഞ്ചായത്ത് മെമ്പറുടെ മൊഴി പ്രകാരം ഇന്ന് കേസെടുത്തിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു. Section 24 of Maintenance of Welfare of Senior Citizen and Abandoned Parents Amendment 2019 ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഈ ആക്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിൽ മാതാപിതാക്കളെ ഉപേക്ഷിക്കുകയാണെങ്കിൽ 3 മാസം ആണ് ഈ കേസിലേക്ക് ശിക്ഷ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവർക്കെതിരെ കളക്ടർക്ക് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഈ മക്കൾ 2 പേർക്കെതിരെയാണോ അതോ 2 പേർക്കെതിരെയാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. ഈ പോലീസ് തമ്മിൽ ഒരു ഏറ്റെടുക്കാൻ സാഹചര്യം എങ്ങനെയാണ്? ഇത് കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് ഇവരെ ഇങ്ങനെ മക്കളെ നോക്കുന്നില്ല. പലതവണ പോലീസ് അവിടെ പോയിട്ടുള്ളതും ഈ പരാതി മക്കളെ വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ ഉള്ളതാണ്. അങ്ങനെ അവർ പൂർവ്വമിലാക്കാനൊക്കെ ശ്രമിച്ചു. പിന്നെ അതൊരു മകള് അത് തടയും. പിന്നെ മക്കളോട് മാറി നിൽക്കുകയായിരുന്നു. അവസാനം ഇവർ 2 പേരും നോക്കാതായി ഒരു വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു. അയൽവാസികൾ പലപ്പോഴും ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്നത് സംബന്ധിച്ച് പരാതി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും പോലീസിനെ വിളിക്കുന്നത്. അങ്ങനെ പലപ്പോഴും പോലീസോടെ പോയിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയും അവർ സുഖമില്ലാതെന്ന് പോലീസിനെ അറിയിക്കുകയും പോലീസ് അവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത്. ആദ്യം കുമളി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ അതിനുശേഷം പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി. വീണ് കൈക്ക് പൊട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ട്രീറ്റ്മെൻറ്റിനായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് 2 വനിതാ പോലീസിനെ ഉൾപ്പെടെ അന്ന് നമ്മൾ പോലീസിനെ ഡ്യൂട്ടിക്ക് വിട്ടിരുന്നു. അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അത് ഒരു വനിതാ പോലീസ്, ഒരു സനിതയും ഒരു നസീമയും, പിന്നെ ഒരു നൗഷാദ് SI, സുരേന്ദ്രൻ ASI, ഒരു ദുരൈരാജ് ASI കൂടെ വേണമെന്ന് മെഡിക്കൽ കോളേജിൽ അവരെത്തിച്ചു. അടുത്ത ദിവസം തന്നെ അവർ മരിച്ചു. പിന്നെ ബാക്കി പോലീസ് കേസ് സ്വാഭാവികമായിട്ട് കേസെടുത്ത് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് ബന്ധുക്കളാരും ഈ ബോഡി ഏറ്റെടുക്കാൻ വന്നില്ല. പോലീസ് തന്നെ ഏറ്റെടുത്ത് കുമളിയിൽ കൊണ്ടുവന്ന് പള്ളിയിൽ നാട്ടുകാരുടെ എല്ലാ സഹായത്തോടെ സംസ്കരിച്ചു. പോലീസ് ആശുപത്രിയിൽ എത്തിച്ച് പോലീസ് അറിയിച്ചല്ലേ? അവരെ അറിയിച്ചാണ് മകനെ വിളിച്ചതൊക്കെയാണ്. അവരാരും സഹകരിച്ചില്ല. കേസെടുത്തത് സംബന്ധിച്ച് പോലീസ് ഇരുവർക്കും നോട്ടീസ് നൽകും. ഇരുവരും കോടതി നടപടികൾ നേരിടേണ്ടി വരും. ഒപ്പം അമ്മയെ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്കും പോലീസ് റിപ്പോർട്ട് നൽകും. സംഭവം സംബന്ധിച്ച് സജിമോൻ ജോലി ചെയ്യുന്ന കേരള ബാങ്കും പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കുമളി ഗ്രാമപഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരിയായ മകൾ സിജിയെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാനയാക്രമണം. ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ കർഷകന് ഗുരുതര പരിക്കേറ്റു. ചിന്നക്കനാൽ BL റാം സ്വദേശി വെള്ളക്കല്ലിൽ സൗന്ദർരാജനാണ് പരിക്കേറ്റത്. ഇയാളെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു.
ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. സ്വന്തം കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് സൗന്ദർരാജിനെ ചക്കക്കൊമ്പൻ ആക്രമിച്ചത്. കാട്ടാന കൃഷിയിടത്തിൽ ഇറങ്ങിയ സമയത്ത് കൊച്ചുമകൻ സൗന്ദർരാജിന് ഒപ്പമുണ്ടായിരുന്നു. ഇയാൾക്ക് ഓടി രക്ഷപ്പെടാൻ സാധിച്ചു. തുടർന്ന് നാട്ടുകാർ ഇവിടേക്ക് വന്നെങ്കിലും ചക്കക്കൊമ്പൻ പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നതിനാൽ ഉടൻ രക്ഷാപ്രവർത്തനം നടത്താനായില്ല. പിന്നീട് വനംവകുപ്പെത്തി കാട്ടാനയെ ഇവിടെ നിന്നും തുരത്തിയ ശേഷമാണ് സൗന്ദർരാജിനെ രക്ഷപ്പെടുത്താനായതെന്ന് നാട്ടുകാർ പറയുന്നു. കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു, പുള്ളിയുടെ പേരക്കിടാവ് ഉണ്ടായിരുന്നു. അവന് ഈ പുള്ളിനെ തള്ളിയിട്ടപ്പോഴത്തേക്ക് പൊക്കാൻ പോയി. അവനെ ഓടിച്ചപ്പോൾ അവൻ വീട്ടിൽ വന്നു, വീട്ടുകാരോട് പറഞ്ഞു. വീട്ടുകാർ അയലോക്കാരോടൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് സംഭവം അറിഞ്ഞത്. നാട്ടുകാരെല്ലാം കൂടെ കയറിപ്പോയപ്പോഴത്തേക്ക് സമ്മതിച്ചില്ല. ആന അവിടെ തന്നെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഫോറസ്റ്റുകാരെ വിളിച്ചറിയിച്ചു. ആൾക്കാരൊക്കെ കൂടി പടക്കമൊക്കെ പൊട്ടിച്ചതിന് ശേഷമാണ് ആളെ കിട്ടിയത്. അവിടെ നിന്ന് ഒരു 200 മീറ്ററോളം എടുത്തുകൊണ്ട് വരേണ്ടി വന്നു. ഏലത്തോട്ടത്തിലാണ്, സ്വന്തം തോട്ടത്തിലാണ് പണിതത്. 2 മണിയോട് കൂടിയിട്ടാണ് സംഭവം. ഇതിപ്പോൾ നിരന്തരമായിട്ട് ഈ ശല്യം തുടരുന്നുണ്ട്. എന്തായാലും ശാസ്ത്രീയമായൊരു പരിഹാരം വേണം. ഇപ്പോൾ ചക്കക്കൊമ്പനാണ് ആക്രമിച്ചത്. സൗന്ദർരാജിന്റെ 2 കൈകളും ഒടിയുകയും നെഞ്ചിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. രാജകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി ഇയാളെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കഴിഞ്ഞ 8-ാം തീയതി മേഖലയിൽ ഉണ്ടായ കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിയായ പരിമളം മരിച്ചിരുന്നു. മൂന്നാർ ഇക്കോ പോയിന്റിൽ കാട്ടുകൊമ്പൻ പടയപ്പ ഇറങ്ങി. രാവിലെ 8 മണിയോടെയായിരുന്നു പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയത്. ഇവിടെയുണ്ടായിരുന്ന 2 കടകൾ തകർത്ത് പൈനാപ്പിൾ അടക്കം ഭക്ഷിച്ചതായാണ് വിവരം. മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും കാട്ടുകൊമ്പൻ പടയപ്പ പിൻവാങ്ങുന്നില്ല. ജനവാസ കേന്ദ്രങ്ങളിലൂടെ തന്നെയാണ് കാട്ടുകൊമ്പന്റെ യാത്ര. മൂന്നാർ ഇക്കോ പോയിന്റിൽ രാവിലെ പടയപ്പ എത്തി. രാവിലെ 8 മണിയോടെയായിരുന്നു കാട്ടാന എത്തിയത്. ഇവിടെയുണ്ടായിരുന്ന 2 കടകൾ തകർത്ത് പൈനാപ്പിൾ അടക്കം ഭക്ഷിച്ചതായാണ് വിവരം. ആനയെത്തിയ സമയം റോഡിൽ കാര്യമായി വാഹനങ്ങളോ ആളുകളോ ഉണ്ടായിരുന്നില്ല. സാധാരണ പകൽ സമയങ്ങളിൽ വിനോദസഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന പ്രദേശമാണ് ഇക്കോ പോയിന്റ്. ഇവിടെ ധാരാളം വഴിയോര വിൽപ്പന ശാലകളുമുണ്ട്. കഴിഞ്ഞ ദിവസം മൂന്നാർ പെരിയവര പുതുക്കാട് ഡിവിഷനിൽ പടയപ്പ എത്തി കൃഷിനാശം വരുത്തിയിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് പെരിയവര എസ്റ്റേറ്റിൽ പടയപ്പ റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം നടത്തുകയും 3 ചാക്കരി ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. പകൽ സമയത്ത് പോലും കാട്ടുകൊമ്പൻ ജനവാസ മേഖലകളിൽ ചുറ്റിത്തിരിയുന്ന സ്ഥിതിയുണ്ട്. രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിൽ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരുടെ പങ്ക് വലുതാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ബോധി പുരസ്കാരം പ്രശസ്ത ചിന്തകനും പ്രഭാഷകനും എഴുത്തുകാരനുമായ സുനിൽ പി ഇളയിടത്തിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ₹11,111 പ്രശസ്തി പത്രവും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിൽ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരുടെ പങ്ക് വലുതാണെന്ന് പുരസ്കാരം സമർപ്പിച്ചുകൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. മതേതര കാഴ്ചപ്പാടുകൾക്ക് മൂല്യബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ സാധിച്ച ഒരു സംസ്ഥാനമായി രാജ്യമായി നമുക്ക് നിലകൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനായി വീഴ്ച വരുന്നുണ്ടോ, അതിന് ദോഷം സംഭവിക്കുന്നുണ്ടോ, ഇളക്കം സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കാൻ ഓരോ പൗരന്മാരും പ്രത്യേകമായി ചിന്തിക്കേണ്ട ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും അത് പരിപാലിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു രാജ്യം എന്ന സങ്കല്പം മാനവികമായി ചിന്തിച്ചാൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ അർത്ഥവത്തായ സങ്കല്പമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്വസ്ഥതയേറിയ ജീവിതം നിലനിർത്തുന്നതിന് വേണ്ടി 2 തരം പോരാട്ടങ്ങളുണ്ടാവും. ഒന്ന് ഇന്റേണലായും ഒന്ന് എക്സ്റ്റേണലായും. രാജ്യങ്ങളുമായും രാജ്യത്തിനകത്ത് നടക്കുന്ന ഇന്റേണലായിട്ടുള്ള ആശയ സംരക്ഷണങ്ങളും സംഘടനകളും അതിനെ 2ആയി വേർതിരിച്ചു കാണാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. വെറുപ്പിനെതിരെ സാഹോദര്യം ഉയർത്തിക്കാട്ടണം. ഒരു ആരാധനാലയം തല്ലിത്തകർത്ത് മറ്റൊരു ആരാധനാലയം പണിത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിന്റെ ഉദ്ഘാടകനാകുന്നു എന്ന വിചിത്രമായ സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നു.
കേരളത്തിൽ ഗ്രന്ഥശാലകൾ രാഷ്ട്രീയ നവോത്ഥാനത്തിന്റെ കേന്ദ്രങ്ങളായിരുന്നുവെന്നും സുനിൽ പീളയിടം പറഞ്ഞു. അതാകട്ടെ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനകരമായ ഒരു മതനിരപേക്ഷ പാരമ്പര്യത്തെ സമ്പൂർണ്ണമായി തലകീഴ്മറിച്ചുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഇന്ത്യ ഏതെങ്കിലും ഒരു മതം കൊണ്ടോ ഏതെങ്കിലും ഒരു ഭാഷ കൊണ്ടോ ഏതെങ്കിലും ഒരു സംസ്കാരം കൊണ്ടോ കെട്ടിപ്പടുക്കപ്പെട്ട ഒന്നല്ല. നമ്മുടെ നാഗരികതയുടെ ഏറ്റവും പ്രാചീന ഘട്ടം എന്ന് വിളിക്കാവുന്ന സിന്ധു നദീതട നാഗരികത മുതൽ 19-20 നൂറ്റാണ്ടുകൾ വരെയുള്ള ഏതാണ്ട് 4500-5000 വർഷം വരുന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെ പരിണാമ ചരിത്രം നോക്കിയാൽ അതിൻ്റെ എല്ലാ പടവുകളിലും പലരുടേതായ കടന്നുവരവുകളും അവർ കൊണ്ടുവന്ന ജീവിത മൂല്യങ്ങളുടെ വ്യാപനവും അവ തമ്മിലുള്ള കൂടിക്കലരലുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് കാണാൻ പറ്റും. അത് ഇൻഡസ് വാലി സിന്ധു നദീതട നാഗരികതയ്ക്ക് തുടക്കം കുറിച്ച സ്റ്റെപ്പി മേഖലകളിൽ നിന്ന് വന്ന ആദ്യത്തെ കാർഷിക സമൂഹമായാലും വേദങ്ങൾക്കും ഉപനിഷത്തുകൾക്കുമൊക്കെ രൂപം നൽകിക്കൊണ്ട് പിൽക്കാലത്ത് ഇവിടേക്ക് കുടിയേറിയ ആര്യന്മാരായാലും അവർക്ക് പിന്നാലെ വന്ന ശാകന്മാരോ കുശാനന്മാരോ ഇൻഡോ പാർത്തിയന്മാരോ ബാക്ട്രിയൻ ഗ്രീസുകാരോ മുഗളന്മാരോ ഡച്ചുകാരോ പോർച്ചുഗീസുകാരോ അങ്ങനെ എത്രയോ പേരുകൾ നമുക്ക് പറയാൻ പറ്റും. ഇവരെല്ലാം ചേർന്ന് രൂപപ്പെടുത്തിയ ഒന്നിനെയാണ് നാം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു പോരുന്നത്. ഒരു ദിവസം നീണ്ടുനിന്ന സാംസ്കാരികോത്സവത്തിൽ വിവിധ സെഷനുകളിലായി പ്രമുഖ കലാ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്തു. പുരസ്കാര സമർപ്പണ ചടങ്ങിൽ കാഞ്ചിയാർ രാജൻ അധ്യക്ഷനായിരുന്നു. സാലി ജോളി, മാത്യു ജോർജ്, മോബിൻ മോഹൻ, ബെന്നി മാത്യു, KP സജി, TK രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ജൂബിലി ആഘോഷ പരിപാടികളാണ് നടക്കുക. കവിയരങ്ങ്, തിരുവോര ചിത്രരചന, സെമിനാറുകൾ, അനുസ്മരണങ്ങൾ, പുസ്തക ചർച്ചകൾ, സുവനീർ പ്രകാശനം തുടങ്ങി നിരവധി പരിപാടികൾ വരും നാളുകളിൽ നടക്കും. അക്ഷരങ്ങൾ ആയുധമാക്കിയ ബോധിയുടെ 25 വർഷങ്ങൾ ശ്രദ്ധേയങ്ങളായ സാംസ്കാരിക ഇടപെടലുകളുടേത് കൂടിയാണ്. മികച്ച സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുവാനും ഒട്ടേറെ പ്രതിഭകളെ കലാസാഹിത്യ സാംസ്കാരിക രംഗത്ത് വാർത്തെടുക്കുവാനും ഗ്രന്ഥശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ 2024 ഭാഗമായി ജില്ലയിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ഇതോടനുബന്ധിച്ച് ജില്ലാ കളക്ടർ ഷീബ ജോർജിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. പ്രസിദ്ധീകരിക്കപ്പെട്ട വോട്ടർ പട്ടികയുടെ പകർപ്പുകൾ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കും ജില്ലയിലെ ബൂത്ത് ലെവൽ ഓഫീസർമാർക്കും നിയമാനുസൃതം കൈമാറുവാൻ എല്ലാ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്കും തഹസിൽദാർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ജില്ലാ ഇലക്ഷൻ ഓഫീസർ കൂടിയായ കളക്ടർ പറഞ്ഞു. അന്തിമ വോട്ടർ പട്ടികയിൽ ജില്ലയിലെ ആകെ വോട്ടർമാരുടെ എണ്ണം 8,81,320 ആണ്. പുരുഷ വോട്ടർമാർ 4,33,669, സ്ത്രീ വോട്ടർമാർ 4,47,645, ഭിന്നലിംഗക്കാർ 6 വോട്ടർ പട്ടികയുടെ കോപ്പികൾ എല്ലാ താലൂക്ക് ഇലക്ഷൻ വിഭാഗങ്ങളിലും വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകളിലും ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും ലഭിക്കും. 2024 സമ്മറി റിവിഷന്റെ ഭാഗമായിട്ടുള്ള ഈ വോട്ടർ പട്ടികയിൽ ജില്ലയിൽ 8,81,320 സമ്മതിദായകർ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ 4,33,669 പുരുഷ വോട്ടർമാരും 4,47,645 സ്ത്രീ വോട്ടർമാരും ട്രാൻസ് വോട്ടർമാരായിട്ട് 6 പേരും അങ്ങനെ ആകെ 8,81,320 വോട്ടർമാരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത് കഴിഞ്ഞ റിവിഷന്റെ ഭാഗമായിട്ട് 8,73,132 വോട്ടർമാരുണ്ടായിരുന്നു. 8,188 വോട്ടർമാരുടെ വർധനവാണ് ഈ ഒരു സമ്മറി റിവിഷനിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സമ്മറി റിവിഷന്റെ ഭാഗമായിട്ട് 7,778 യുവ വോട്ടർമാർ, അതായത് 18-നും 19-നും ഇടയിൽ പ്രായമുള്ള യുവ വോട്ടർമാരായിട്ട് 7,778 പേരെ ഉൾക്കൊള്ളിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അത് ജില്ലയിലെ ഒരു നല്ലൊരു പ്രവർത്തനം കൊണ്ടാണ് ഇത്തരമൊരു യുവാക്കളെ കൂടി ഈ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുപ്പിക്കാനായിട്ട് സാധിച്ചത്. ഇത് ഫൈനൽ പബ്ലിക്കേഷൻ ഇന്ന് നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കോപ്പികളെല്ലാം എല്ലാ ബൂത്ത് ലെവൽ ഓഫീസർമാർക്കും ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിലും ഇത് അവൈലബിൾ ആണ്. മാത്രമല്ല ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ
ഇത് നമുക്ക് കാണാവുന്നതാണ്, അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതുമാണ്. 2023 ഒക്ടോബർ 27 പ്രസിദ്ധീകരിച്ചിട്ടുള്ള കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച ആക്ഷേപങ്ങളും മറ്റ് അപാകതകളും പരിഹരിച്ചതിനു ശേഷമാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. യോഗത്തിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ലത VR, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുമളി ശാസ്താനടയിൽ മരം മുറിച്ചു മാറ്റുന്നതിനിടെ തടി ദേഹത്തേക്ക് വീണ് മധ്യവയസ്കൻ മരിച്ചു. കട്ടപ്പന കല്ലുകുന്ന് സ്വദേശി രമേശാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്നവർ രമേശിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്ന് മരം മുറിച്ചു മാറ്റുന്നതിനിടയിൽ രമേശിന്റെ ദേഹത്തേക്ക് തടി വീഴുകയായിരുന്നു. ഉടനെ ഒപ്പമുണ്ടായിരുന്നവർ കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പിക്കപ്പ് ഡ്രൈവറായ രമേശ് തടിക്കച്ചവടം നടത്തുന്ന ആളാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ശാസ്താനടയിൽ മരം മുറിക്കാനെത്തിയത്. മുറിച്ചിട്ട തടി മറ്റൊരു മരത്തിലിടിച്ച് രമേശ് നിന്നിടത്തേക്ക് വീഴുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അനിതയാണ് രമേശിന്റെ ഭാര്യ. രഞ്ജിത്ത്, രശ്മി, രേഷ്മ എന്നിവർ മക്കളാണ്. അയോധ്യയിൽ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ന്യൂനപക്ഷ മോർച്ച ഇടുക്കി ജില്ലാ കമ്മിറ്റി കട്ടപ്പനയിൽ മെഴുകുതിരി തെളിയിച്ചു. ന്യൂനപക്ഷ മോർച്ച ഇടുക്കി ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അയോധ്യയിൽ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ന്യൂനപക്ഷ മോർച്ച ഇടുക്കി ജില്ലാ കമ്മിറ്റി കട്ടപ്പനയിൽ മെഴുകുതിരികൾ തെളിയിച്ചത്. ന്യൂനപക്ഷ മോർച്ച കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് ദേവസ്യ താണുവീരിൽ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. ന്യൂനപക്ഷ മോർച്ച ഇടുക്കി ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അയോധ്യയിൽ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഭാരതീയ സംസ്കാരത്തിന്റെയും ഭാരതീയർ നൂറുകണക്കിന് വർഷങ്ങളായി കാത്തിരുന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന്റെയും ഭാഗമായി മാറിയെന്ന് അദ്ദേഹം പറഞ്ഞു. തീർച്ചയായിട്ടും ഭാരതത്തെ സംബന്ധിച്ച് ഇത് അഭിമാന നിമിഷമാണ്. അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ ഐക്യവും ഭാരതത്തിൻ്റെ സംസ്കാരവും എല്ലാം എടുത്തു പറയുന്ന ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ മോർച്ച ഇടുക്കി ജില്ലാ കമ്മിറ്റി അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ന്യൂനപക്ഷ മോർച്ച ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. കട്ടപ്പന നഗരസഭാ കൗൺസിലർ തങ്കച്ചൻ പുരയിടം, സാജു മുത്തോലി, ജേക്കബ് കണ്ണഞ്ചിറ, ജോസ് ആലഞ്ചേരി, ജിബിൻ സെബാസ്റ്റ്യൻ, അലക്സ് തെന്നാട്ടിൽ, KJ മാത്യു, തോമസ് KC, ജിയോമോൻ ഫിലിപ്പ്, ദേവസ്യ അട്ടക്കുഴി, ജോർജ് തേനമാക്കൽ, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് KN പ്രകാശ്, കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് ജോസ് ജോർജ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്ര പ്രതിഷ്ഠ നടന്നതിനോട് അനുബന്ധിച്ച് ഭക്തജനങ്ങൾ ഭജന നടത്തി. ഉപ്പുതറ 18-ാം വാർഡിലാണ് രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ ഭജന നടത്തിയും മധുരം വിതരണം ചെയ്തും പ്രതിഷ്ഠാദിനം ആഘോഷമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ യജമാനനായ ചടങ്ങിൽ കാശിയിലെ വേദപണ്ഡിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിതാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. ചടങ്ങിനെ തുടർന്ന് രാജ്യത്തെ വിവിധ മേഖലകളിൽ ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഉപ്പുതറ 18-ാം വാർഡിലും വിപുലമായ ആഘോഷ പരിപാടികളും ഭജനയും നടത്തിയത്. മേഖലയിലെ വിവിധ ഭക്തജനങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ ചടങ്ങിൽ പങ്കെടുത്തു. പ്രതിഷ്ഠാ ചടങ്ങുകൾ ലൈവായി വീക്ഷിച്ചുകൊണ്ടായിരുന്നു ഭജന നടത്തിയത്. എല്ലാ മേഖലകളിലും പല പഞ്ചായത്തിൽ പല ക്ഷേത്രം കേന്ദ്രീകരിച്ചും പല വീടുകൾ കേന്ദ്രീകരിച്ചുമെല്ലാം വളരെ ഭക്തി നിർഭരമായ രീതിയിലാണ് ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ആഘോഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വൈകുന്നേരം മുഴുവൻ വീടുകളിലും, അതിന് ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വ്യത്യാസമില്ലാതെ മുഴുവൻ വീടുകളിലും വൈകുന്നേരങ്ങളിൽ ദീപം തെളിയിച്ചുകൊണ്ട് ഐശ്വര്യത്തിൻ്റെ ദിനമായി ഈ പ്രതിഷ്ഠാ ദിനം കാണുന്നു. അതിനു വേണ്ടുന്ന എല്ലാവിധ സജ്ജീകരണങ്ങളും ഈ മേഖലയിൽ ഒരുക്കിയിരിക്കുന്നുള്ളതാണ് വസ്തുത. പ്രതിഷ്ഠയോടുകൂടി ഭജന പൂർത്തിയാക്കി. തുടർന്ന് അന്നദാനവും മധുര പലഹാര വിതരണവും നടന്നു. വൈകുന്നേരങ്ങളിൽ എല്ലാ വീടുകളിലും ദീപവും തെളിയിച്ചു. വിപുലമായ ആഘോഷ പരിപാടികളോടെയാണ് വിവിധ മേഖലകളിൽ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തെ വരവേറ്റത്. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയുടെ തത്സമയ സംരക്ഷണം കട്ടപ്പന ഇടുക്കിക്കവല ശ്രീ ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ സജ്ജീകരിച്ചു. ക്ഷേത്ര ഹാളിൽ ഒരുക്കിയ വലിയ സ്ക്രീനിലാണ് ഭക്തജനങ്ങൾക്കായി പ്രതിഷ്ഠാ ചടങ്ങുകൾ പ്രദർശിപ്പിച്ചത്. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ തത്സമയം ഭക്തജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് കട്ടപ്പന ഇടുക്കിക്കവല ശ്രീ ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ സംരക്ഷണം സജ്ജീകരിച്ചത്. ക്ഷേത്ര ഹാളിൽ ഒരുക്കിയ വലിയ സ്ക്രീനിലായിരുന്നു പ്രതിഷ്ഠാ ചടങ്ങുകൾ പ്രദർശിപ്പിച്ചത്. ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ 10 മുതൽ ആരംഭിച്ച തത്സമയ ദൃശ്യങ്ങൾ കാണുവാൻ BJP നേതാക്കളടക്കം നിരവധി ആളുകൾ എത്തിയിരുന്നു. ക്ഷേത്രം വൈസ് പ്രസിഡന്റ് PV അശോക് കുമാർ, സുഭാഷ്, രാമൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി.
കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി പ്രകാരം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ സൗജന്യ കലാപരിശീലനം നേടിയവരുടെ അരങ്ങേറ്റവും പ്രതിഭാ പുരസ്കാര സമർപ്പണവും കട്ടപ്പന ടൗൺ ഹാളിൽ നടന്നു. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാനും കവിയും ഗാനരചയിതാവുമായ OS ഉണ്ണികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി പ്രകാരം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ സൗജന്യ കലാപരിശീലനം നേടിയവരുടെ അരങ്ങേറ്റവും സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്കുള്ള പ്രതിഭാ പുരസ്കാര സമർപ്പണവും കട്ടപ്പന ടൗൺ ഹാളിൽ വെച്ചാണ് നടന്നത്. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാനും കവിയും ഗാനരചയിതാവുമായ OS ഉണ്ണികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 1000-ൽ പരം കലാകാരന്മാർക്ക് ശമ്പളം കൊടുത്തുകൊണ്ട് അതിസാധാരണക്കാരായ ആൾക്കാരിലേക്ക്, അതിസാധാരണമായ ഗ്രാമാന്തരീക്ഷങ്ങളിലേക്ക് കലയുടെ വലിയ സന്ദേശമെത്തിക്കുകയാണ് കേരള സംസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യുവാൻ ആർജവമുള്ള ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടായത് കലയെ മറ്റെന്തിലും ഉപരിയായി പ്രണയിക്കുന്ന ഒരു സാംസ്കാരിക പാരമ്പര്യമുള്ള സംഘടനയാൽ നയിക്കപ്പെടുന്നു എന്നതിനാണ്. കല മനുഷ്യജീവിതവുമായി അതുപോലെ ഇണങ്ങി നിൽക്കുന്നതാണെന്നും ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കലയിൽ നിന്നകന്നുപോയാൽ സമൂഹം കലാപകലുഷിതമാകുമെന്ന ബോധ്യമുള്ളത് കൊണ്ടുമാണ് സർക്കാർ ഇത്തലത്തിലേക്ക് അവരുടെ കൈകൾ നീട്ടിയത്. ഒരുപക്ഷെ പലർക്കും തോന്നിയേക്കാം, ഇത്ര വലിയൊരു സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലത്തും ഇത്ര വലിയൊരു പദ്ധതിയിലൂടെ ഇങ്ങനെ എന്തിനാണ് ഒരു കാര്യം ചെയ്തു പോകുന്നത്, കല പോഷിച്ചാൽ എന്താണ് സമൂഹത്തിന് ഗുണമെന്നൊക്കെ കച്ചവടം വല്ലാതെ മനസ്സിൽ കയറിയ ആൾക്കാരുടെ ഉള്ളിൽ ചിന്തയുണ്ടായേക്കാം. അതിനുള്ള ഉത്തരം കലയാണ് സമൂഹത്തിൻ്റെ താളം നിലനിർത്തുന്നത് എന്നതാണ്. കലയെന്നത് സാമൂഹികമായി വലിയ അറിവിൻ്റെ പ്രതീകമാണ്. പുരാതന ഭാരതം കലയെ അങ്ങനെയാണ് കണക്കാക്കിയിരുന്നത്. സരസ്വതിയുടെ വളരെ മനോഹരമായ സരസ്വതി വന്ദനം ചൊല്ലിക്കേൾക്കുകയുണ്ടായിരുന്നു. അതിൽ സരസ്വതി കലകളുടെ അതിദേവത എന്ന രൂപത്തിലാണ് സരസ്വതി അവതരിപ്പിക്കപ്പെടുന്നത്. കലയാണ് സർവത്തിനും നയിക്കുന്നതെന്നാണ്. ചതുഷ്ഷഷ്ടി കലാമയി എന്ന് ഭഗവതിക്ക് പേരുണ്ട്. ചതുഷ്ഷഷ്ടി കലാമയി, ചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത എന്ന് പറയുന്ന ഗണസഹസ്രനാമത്തിലെ ചതുഷ്ഷഷ്ടി കലാമയി എന്ന് വിളിക്കുന്നുണ്ട്. 64 കലകളുടെ ഇരിപ്പിടമാണ് ദേവി. 64 കലകളെ കൃത്യമായി അടുക്കി വെച്ചിരുന്ന ഒരു സംസ്കാരം ഭാരതത്തിനുണ്ടായിരുന്നു. കാരണം കലയിൽ നിന്നും ഭിന്നമല്ല ജീവിതം എന്ന ബോധ്യം നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്നു. എല്ലാവിധ പിന്തുണയിൽ നിന്നും അടുത്ത തിരിതെളിക്കുന്നതിനായി ശ്രീ കലാമണ്ഡലം രവികുമാർ അവരെ സ്വാഗതം ചെയ്യുന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ് അധ്യക്ഷനായിരുന്നു. കേരള കലാമണ്ഡലം തെക്കൻ കളരി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് കലാമണ്ഡലം രവികുമാർ അരങ്ങേറ്റ സന്ദേശം നൽകി. സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ S സൂര്യലാൽ പദ്ധതി വിശദീകരിച്ചു. CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സുജി, ദർശന പ്രസിഡന്റ് EJ ജോസഫ്, നഗരസഭാ കൗൺസിലർ സോണിയ JB, ക്ലസ്റ്റർ കൺവീനർ TR സൂര്യദാസ്, ഉല്ലാസ് കലാമണ്ഡലം, രാഹുൽ കൊച്ചാപ്പി, മനോജ് പുത്തൂർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ പ്രതിഭാ പുരസ്കാരം നൽകി ആദരിച്ചു. തുടർന്ന് ചെണ്ട, കർണാടക സംഗീതം, കഥകളി എന്നിവയുടെ അരങ്ങേറ്റവും നടന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കലാമണ്ഡലം ശരത്, കലാമണ്ഡലം ഹരിത, ഡോക്ടർ ബോബിൻ കെ രാജു എന്നിവർ പരിശീലിപ്പിച്ച 100ഓളം കലാപ്രതിഭകളാണ് ചടങ്ങിൽ അരങ്ങേറ്റം കുറിച്ചത്. ജിടെക് ഇടുക്കി ജില്ലാ കലോത്സവം കട്ടപ്പനയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച CSI ഗാർഡനിലാണ് കലോത്സവം നടക്കുന്നത്. ഏറ്റവും വലിയ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ ശൃംഖലയായ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കുട്ടികൾക്കായി നടത്തുന്ന കലാമേളയാണ് ജിസൂം. സ്കൂൾ, കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഉപരിപഠനത്തിനായി വരുന്ന കുട്ടികൾക്ക് തങ്ങളുടെ കലാവാസനകൾ അവതരിപ്പിക്കുന്നതിനായിട്ടാണ് കലോത്സവം ക്രമീകരിച്ചിരിക്കുന്നത്. സോളോ സോങ്, സോളോ ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ് എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. ഇടുക്കി ജില്ലാ കലോത്സവം ജിസൂം സീസൺ 10 കട്ടപ്പന CSI ഗാർഡനിൽ ചൊവ്വാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. IT വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ നിന്നുള്ള
ആദ്യമായിട്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു എഡ്യൂടെക് കമ്പനിയാണ്, പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് ജിടെക്. കേരളത്തിൽ മാത്രം 226 സെൻറ്ററുകളാണ് ജിടെക്കിനുള്ളത്. ജിടെക് 20 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഈ 2001 ഫെബ്രുവരി 10 ജിടെക് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക കോഴിക്കോട് വെച്ച്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട PJ ജോസഫ് സാറാണ് ജിടെക്കിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ ഏകദേശം 23 ലക്ഷത്തോളം കുട്ടികൾ ജിടെക്കിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ വിജയകരമായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഏകദേശം 1,61,000 കുട്ടികളാണ് ജിടെക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ജിടെക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കലാകായികമായ കാര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി 10 വർഷങ്ങൾക്ക് മുമ്പ് ജിടെക് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജിസൂം. അതിൻ്റെ 10ാമത്തെ സീസണിലാണ് ഇപ്പോൾ നിൽക്കുക. ജിസൂം ഒരു കോമ്പറ്റീഷനാണ്. സോളോ സോങ്, സോളോ ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ് എന്നീ ഇനങ്ങളിലായിട്ട് ജിടെക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന കലാമത്സരങ്ങളാണ് ജിസൂം എന്ന് പറയുക. ഇതിൻ്റെ 3 തലങ്ങളിലായിട്ടാണ് ഈ മത്സരങ്ങൾ നടക്കുക: സെൻട്രൽ ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവൽ. ഇടുക്കി ജില്ലയിലുള്ള ജിടെക് സെൻറ്റേഴ്സിൻ്റെ സെൻട്രൽ ലെവൽ കോമ്പറ്റീഷൻ ഓൾറെഡി കഴിഞ്ഞു. അതിൻ്റെ ജില്ലാതല മത്സരം ഈ മാസം 23-ാം തീയതി ചൊവ്വാഴ്ച കട്ടപ്പന CSI ഗാർഡനിൽ വെച്ചാണ് നടക്കുക. കട്ടപ്പനയുടെ സ്വന്തം കലാകാരന്മാരായ GK പന്നാങ്കുഴിയും അനിൽ K ശിവറാമും ചേർന്ന് കലാമേളയ്ക്ക് തിരിതെളിക്കും. കട്ടപ്പന നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി മുഖ്യ സന്ദേശം നൽകും. നഗരസഭാ കൗൺസിലർമാർ, സാംസ്കാരിക പ്രവർത്തകർ, ജിടെക് ഡയറക്ടർമാർ എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ കട്ടപ്പന സെന്റർ ഡയറക്ടർ ഫാദർ ജെയിംസ് കുര്യൻ, ചന്തു സാബു, ദേവിക ജയൻ എന്നിവർ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ ആനക്കുഴിയിൽ കിണറ്റിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ആനക്കുഴി സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ റിച്ചിയുടെ മൃതദേഹമാണ് പീരുമേട് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ കണ്ടെത്തിയത്. ഉച്ചയ്ക്ക് ശേഷം ആനക്കുഴിയിൽ നിന്ന് വെള്ളാരംകുന്നിലേക്ക് പോകുന്ന വഴിയിൽ കുടിവെള്ള കിണറ്റിന് സമീപം റിജി ഓടിക്കുന്ന ഓട്ടോറിക്ഷയും ഇയാളുടെ മൊബൈൽ ഫോണും ചെരുപ്പും കണ്ടെത്തിയിരുന്നു. തുടർന്ന് സംശയം തോന്നിയ നാട്ടുകാർ പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിച്ചു. പിന്നീട് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ നടത്തിയ തിരച്ചിലിലാണ് ഓട്ടോ ഡ്രൈവർ റിജിയുടെ മൃതദേഹം കണ്ടെടുക്കുന്നത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. ഇടുക്കി ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ ഇരട്ടയാർ മേഖലാ സമ്മേളനം നടന്നു. AITUC സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം TR ശശിധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 12 മാസത്തെ പെൻഷനാണ് നിർമ്മാണ തൊഴിലാളികൾക്ക് ലഭിക്കുവാനുള്ളത്. തൊഴിലാളികളുടെ കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വിദ്യാഭ്യാസ ആനുകൂല്യവും ചികിത്സാ ധനസഹായവും വിവാഹ ധനസഹായവും തുടങ്ങിയവ 1 വർഷമായി നിലച്ചിരിക്കുകയാണ്. നിർമ്മാണ തൊഴിലാളികൾക്ക് നൽകുവാനുള്ള പെൻഷൻ കുടിശ്ശിക പരിഹരിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കെട്ടിട നികുതി പിരിവ് ഊർജിതമാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. 10 ലക്ഷത്തിൽ കൂടുതൽ രൂപ മുടക്കി പണിയുന്ന കെട്ടിടത്തിന്റെ ആകെ മുടക്കിന്റെ 1% നമ്മുടെ ഫണ്ടാണ്. റോഡ് പണിയുന്നതിന്റെ എത്ര കോടി രൂപയുടെ റോഡ് പണിതാലും അതിന്റെ 1% നമ്മുടെ ഫണ്ടാണ്. അപ്പൊ ഈ പൈസ കൊറോണയ്ക്ക് ശേഷം ഇങ്ങോട്ട് പിരിച്ചില്ല. മേഖലാ പ്രസിഡന്റ് CG ഷാജിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സംസ്ഥാന ജനറൽ കൗൺസിൽ അംഗം G മോഹനൻ, യൂണിയൻ സെക്രട്ടറി രഘു കുന്നുംപുറം, ജില്ലാ കൗൺസിൽ അംഗം KK സ്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ആരോഗ്യ വിഭാഗത്തിന്റെ സഹകരണത്തോടെ എല്ലാ പഞ്ചായത്തുകളിലും നടത്തിവരുന്ന ഏകാരോഗ്യം പദ്ധതി പ്രകാരമുള്ള പരിശീലന പരിപാടി വണ്ടിപ്പെരിയാർ CHCയിൽ നടന്നു. കമ്മ്യൂണിറ്റി മെന്റർമാർക്കായിട്ടാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ വണ്ടിപ്പെരിയാർ CHC ഹെൽത്ത് ഇൻസ്പെക്ടർ KR സുരേഷ് അധ്യക്ഷനായിരുന്നു. മെഡിക്കൽ ഓഫീസർ D വെങ്കിട്ടലക്ഷ്മി ഏകാരോഗ്യം പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏകാരോഗ്യം ജില്ലാ മെന്റർ മിനി പരിശീലന പരിപാടിയിൽ ക്ലാസ് നയിച്ചു. പ്രകൃതിയിലുള്ള എല്ലാ പക്ഷിമൃഗാദികൾക്കും പ്രാണിജന്യ ഈച്ച അങ്ങനെയുള്ള ആൾക്കാരെല്ലാം വേണ്ടേ? അപ്പൊ അവരുടെയൊക്കെ നശിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ കീടനാശിനി പ്രയോഗം മൂലം അവരൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ നമ്മളുടെ സംസ്ഥാനത്ത്, അല്ലെ നമ്മുടെ സ്ഥലത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഇവരെ എല്ലാം നമ്മൾ അവർക്കും നമ്മളെ പോലെ തന്നെ ജീവിതത്തിന് പ്രാധാന്യം ഉണ്ടെന്നുള്ള. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ KR സുരേഷ്, PRO ആശ എന്നിവർ ക്ലാസ് നയിച്ചു. CHC ഹെഡ് നഴ്സ് ബിന്ദു ജിസൺ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, പബ്ലിക് ഹെൽത്ത് നഴ്സ് കൗൺസിലേഴ്സ് തുടങ്ങിയവർ സംസാരിച്ചു.
വാത്തിക്കുടി ചെമ്പകപ്പാറ 86 നമ്പർ അങ്കണവാടിയുടെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കി 1 വർഷം കഴിഞ്ഞിട്ടും പുതിയ കെട്ടിടം നിർമ്മിക്കാൻ നടപടിയില്ല. ഇതോടെ നാട്ടുകാരും പ്രതിഷേധത്തിലാണ്. ഈ അധ്യയന വർഷം കുട്ടികൾക്ക് ഇരുന്നു പഠിക്കാൻ സ്ഥലമില്ലാതായതോടെ മർച്ചന്റ് അസോസിയേഷനാണ് താൽക്കാലികമായി സ്ഥലം കണ്ടെത്തി നൽകിയത്. ഇതാകട്ടെ വലിയ സ്റ്റെപ്പുകൾ ഇറങ്ങിച്ചെല്ലുന്ന സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത ഒരു ഒറ്റമുറി കെട്ടിടമാണ്. കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ലെന്നും മഴ പെയ്താൽ ചോർന്ന തറ മുഴുവൻ വെള്ളമാകുമെന്നും അങ്കണവാടി ജീവനക്കാർ പറയുന്നു. ഇതുവരെ അംഗൻവാടി പണിയൊന്നും ആയില്ല. ഇവിടെ മർച്ചന്റിന്റെ കെട്ടിടത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അന്നേരം ഇവിടെ നനയുന്നുണ്ട്. മഴ പെയ്താൽ ഭയങ്കരമായിട്ട് നനയും. പിന്നെ ഈർപ്പം ഭയങ്കരമായിട്ടുണ്ട് ഇതിൻ്റെ അകത്തെല്ലാം. സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പം കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടാണ് മഴ പെയ്യുമ്പോഴൊക്കെ. പിന്നെ കുട്ടികൾക്ക് സൗകര്യങ്ങൾ വളരെ കുറവാണ്. അംഗൻവാടിയുടെ പണി ഇത്രയും വേഗം പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം. അങ്കണവാടി കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ട് അനുവദിക്കാതെയും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാതെയും കെട്ടിടം പൊളിച്ചു നീക്കിയതിൽ ദുരൂഹതയുണ്ടെന്നാണ് ആരോപണം. ഇത് താമസിക്കാനുള്ള കാരണം പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് മെമ്പറുടെ കുറ്റകരമായ അനാസ്ഥയും അതോടൊപ്പം തന്നെ അറിവില്ലായ്മയും പ്രധാന കാരണമായിട്ട് പറയുന്നു. കാരണം തൊഴിലുറപ്പുപ്പെടുത്തി ഇത് പണിയുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് മെയിൻ്റനൻസ് സ്റ്റാൻഡിൽ പണിയുമെന്ന് പറഞ്ഞു. മെയിൻ്റനൻസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ത്രിതല പഞ്ചായത്ത് നിൽക്കുന്ന കെട്ടിടങ്ങൾക്കാണ് മെയിൻ്റനൻസ് സ്റ്റാൻഡ്, അല്ലാതെ പുതിയ കെട്ടിടങ്ങൾക്ക് പണിയാൻ നിയമമില്ല. അതോടൊപ്പം തന്നെ തൊഴിലുറപ്പുപ്പെടുത്തി ഈ പദ്ധതികൾ പണിയണമെന്നുണ്ടെങ്കിൽ അത് ആക്ഷൻ പ്ലാനിൽ പെടുത്തി അതിന് DPC അംഗീകാരം മേടിച്ച് അതിനുശേഷം അതിന് ബ്ലോക്കിൽ കൊടുത്ത് പേപ്പർ റെഡിയാക്കിയാണ് ചെയ്യേണ്ടത്. നാളിതുവരെയായിട്ട് ഈ നടപടികൾ ഒന്നും ചെയ്യാതെ ഇവിടെ 10-30ഓളം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ അംഗനവാടി ഇപ്പോൾ മർച്ചൻ്റ് അസോസിയേഷൻ്റെ കാരുണ്യം കൊണ്ട് അവിടെ ഒരു ചെറിയ ബിൽഡിങ്ങിൽ 1 വർഷമായിട്ട് കഴിഞ്ഞ മാർച്ച് ആദ്യം ഇത് പൊളിച്ചു കളഞ്ഞതാണ്. ഇപ്പോൾ ജനുവരി അവസാനം വന്നാൽ ഇതുവരെയായിട്ടും ഇതിൻ്റെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അടിയന്തരമായിട്ട് ഈ അംഗനവാടി പണിയുകയും ഈ മെമ്പർ ഈ പിഞ്ചു കുഞ്ഞുങ്ങളോട് കാണിച്ച ഈ ക്രൂരതയ്ക്കെതിരെ മറുപടി പറയണമെന്നും ഇത് സംബന്ധിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ അനാസ്ഥയും അറിവില്ലായ്മയും മൂലം കുട്ടികൾ ദുരിതം അനുഭവിക്കുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. എഴുകുമ്പയിൽ കുരിശുമലയിൽ നോമ്പുകാല തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഒരുക്കങ്ങളുടെ ഭാഗമായി കുരിശുമലയിലേക്കുള്ള വഴിയും പരിസരങ്ങളും ഇടവകയിലെ വിശ്വാസികൾ വൃത്തിയാക്കി. തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി കുരിശുമലയിലേക്കുള്ള വഴിയും പരിസരങ്ങളും ഇടവകയിലെ വിശ്വാസികൾ ശ്രമദാനത്തിലൂടെ വൃത്തിയാക്കി. ഈ വർഷത്തെ കുരിശുമല കയറ്റം വിശ്വാസികൾക്ക് അനുഗ്രഹപ്രദമാകട്ടെ എന്ന ഇടവക വികാരി ഫാദർ ജോർജ് പാട്ടത്തെക്കുഴി പറഞ്ഞു. 2024 50 നോയമ്പിനോടനുബന്ധിച്ച് കുരിശുമല തീർത്ഥാടനത്തിന് ഒരുക്കമായിട്ട് കുരിശുമലയിലേക്കുള്ള വഴി തോമാശ്ലീഹാപ്പടി മുതൽ കുരിശുമല തീർത്ഥാടന പള്ളി വരെയുള്ള വഴിയും പരിസരവുമെല്ലാം ഇന്ന് ഇടവക ജനങ്ങൾ വിവിധ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് അവർ പരിശ്രമത്തിലൂടെ സേവനത്തിലൂടെ വലിയ ശുശ്രൂഷ ചെയ്യുകയാണ്. എല്ലാവർക്കും എല്ലാവിധ നന്മകളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഈ വർഷത്തെ കുരിശുമല തീർത്ഥാടനം ഏറെ അനുഗ്രഹപ്രദമായി തീരാൻ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നൂറുകണക്കിന് വിശ്വാസികൾ പരിപാടിയിൽ പങ്കെടുത്തു. കൊച്ചി തേക്കടി സംസ്ഥാന പാതയുടെ ഭാഗമായ വാഗമൺ മുതൽ ഉപ്പുതറ വരെയുള്ള പാത കാടുപടലങ്ങൾ കൈയടക്കുന്നു. പാതയുടെ വീതി നഷ്ടപ്പെടുത്തിയും കാഴ്ചമറച്ചുമാണ് കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നത്. അധികൃതർ വിഷയത്തിൽ മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും പരാതിയുണ്ട്. കൊച്ചി തേക്കടി സംസ്ഥാന പാതയിൽ വാഗമൺ പുളിങ്കട്ട മുതൽ ഉപ്പുതറ വരെയാണ് റോഡിലേക്ക് കയറി കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നത്. വിനോദസഞ്ചാരികളുടേതുൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ പാതയോരവും സൂചനാ ബോർഡുകളും മറച്ചാണ് കാടുപടലങ്ങൾ വളരുന്നത്. BMBC നിലവാരത്തിൽ പാത നവീകരിച്ചതോടെ വാഹനങ്ങൾ അമിത വേഗതയിലാണ് ഇതുവഴി കടന്നുപോകുന്നത്. എന്നാൽ റോഡിന്റെ വീതി കൈയടക്കിയിരിക്കുന്ന കാടുപടലങ്ങൾ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പാതയിൽ സ്ഥാപിച്ചിരിക്കുന്ന നിരവധി അപകട മുന്നറിയിപ്പ് സൂചനാ ബോർഡുകളും കാടുപടലങ്ങൾ വളർന്നതോടെ മറഞ്ഞു കഴിഞ്ഞു. ഒപ്പം വൈദ്യുതി പോസ്റ്റുകളും പാതയോട് ചേർന്നാണ് നിൽക്കുന്നത്. വീതി കുറഞ്ഞ റോഡിൽ വാഹനങ്ങൾ പരസ്പരം ഉരസി ഉണ്ടാകുന്ന അപകടങ്ങളും അതേ തുടർന്നുണ്ടാകുന്ന തർക്കങ്ങളും പതിവാണ്. പിന്നെ വഴിയാത്രക്കാർ റോഡിലോട്ട് ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം റോഡിന്റെ പകുതിയോളം ഈ കാട് വളർന്നു വന്ന് അതിൻ്റെ മുൾച്ചെടിയാണ്. അതിനകത്ത് സാധാരണ രീതിയിൽപ്പെട്ട ഒരു മനുഷ്യർക്ക് പോലും സൈഡിൽ കൂടെ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് തന്നെയുമല്ല, വാഹനങ്ങൾ സൈഡിൽ കൂടെ നടക്കുന്നത് മൂലം രണ്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന സമയത്ത് ഈ റോഡിൽ കൂടെ നടക്കുന്നതുകൊണ്ട് പല അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട്. കുട്ടികൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക്
അങ്ങനെ നടന്നു പോകുവാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് അതിന് എത്രയും വേഗം ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ്. PWD ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വഴിയിൽ കൃത്യമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് സൈഡുകളും വെട്ടിത്തെളിച്ച് പോകുവാനുള്ള സാഹചര്യം ഉണ്ടാകണം. വാഗമണ്ണിലേക്കടക്കം കടന്നു പോകുന്ന നിരവധിയായ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന പാതയാണിത്. പാതയിലെ അപകടാവസ്ഥ അധികൃതരുടെ മുമ്പിൽ എത്തിച്ചെങ്കിലും നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം. കാഞ്ചിയാർ ലബക്കട JPM BEd കോളേജും നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി നടത്തുന്ന സപ്തദിന സഹവാസ ക്യാമ്പ് ആർജനം 2K24 ഇടുക്കി പോലീസ് വനിതാ സെൽ SI സുമതി C ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ റോണി S റോബർട്ട് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ് ചക്കാലയിൽ മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് ബിർസാർ ഫാദർ ജോബിൻ പേനാട്ടുകുന്നേൽ, കായിക വിഭാഗം അധ്യാപകൻ അരുൺലാൽ R എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. അറിവിന്റെ അക്ഷര വെളിച്ചവും നുകർന്ന 110-ാം വയസ്സിൽ കമലക്കണ്ണിയമ്മ യാത്രയായി. വാർദ്ധക്യത്തിന്റെ അവശതകൾക്കിടയിലും പാട്ടും നൃത്തവുമൊക്കെയായി എപ്പോഴും സജീവമായിരുന്നു ഈ കർഷക തൊഴിലാളി. വണ്ടൻമേട് സ്വദേശിയായ കമലക്കണ്ണിയമ്മ 108-ാം വയസ്സിലാണ് സാക്ഷരത നേടിയത്. സിനിമാ കഥ പോലെ സംഭവ ബഹുലമായിരുന്നു കമലക്കണ്ണിയമ്മയുടെ ജീവിതം. അച്ഛൻ വേട്ടയ്യൻ കങ്കാണിക്കൊപ്പം തമിഴ്നാട്ടിലെ കമ്പത്തു നിന്നും 15-ാം വയസ്സിലാണ് ഇടുക്കിയിലേക്ക് മല കയറിയെത്തുന്നത്. അന്ന് ബ്രിട്ടീഷ് ഭരണകാലം. തേയിലക്കുളന്ത് നുള്ളുന്ന ജോലിയായിരുന്നു ആദ്യം. ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥതയിലുള്ള നിരവധി തോട്ടങ്ങളിൽ ജോലി ചെയ്തു. അച്ഛൻ റിട്ടയർ ആയതോടെ ഭർത്താവ് ശങ്കറിനൊപ്പം ഏലത്തോട്ടങ്ങളിൽ ജോലിക്ക് പോയി. ഇടുക്കിയിലെ സാധാരണ തൊഴിലാളി കുടുംബങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചായിരുന്നു കമലക്കണ്ണിയമ്മയുടെയും ജീവിതം. നാടൻ പാട്ടുകളും തനത് നൃത്തശൈലികളുമൊക്കെയായി ജീവിതം എപ്പോഴും ആഘോഷമാക്കാൻ ഈ അമ്മ ശ്രമിച്ചിരുന്നു. സ്വന്തം പേരെങ്കിലും എഴുതാൻ സാധിക്കണമെന്ന അതിയായ ആഗ്രഹമാണ് 108-ാം വയസ്സിൽ സാക്ഷരതാ ക്ലാസ്സിലേക്ക് കമലക്കണ്ണിയമ്മയെ എത്തിച്ചത്. കേന്ദ്രാവിഷ്കൃത സാക്ഷരതാ പദ്ധതിയായ PLA പദ്ധതിയിലൂടെയാണ് അക്ഷരാഭ്യാസം നേടിയത്. സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന പഠിതാവായിരുന്നു ഇവർ. കൃത്യമായ ജീവിതചര്യകൾ പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു കമലക്കണ്ണിയമ്മ. ഭക്ഷണക്രമത്തിലും ദൈനംദിന പ്രവൃത്തികളിലും കൃത്യത പുലർത്തിയിരുന്നു. രാവിലെ 1/2 ലിറ്റർ വെള്ളം, പിന്നീട് അരമണിക്കൂർ കഴിഞ്ഞ് തേനിൽ ചാലിച്ച കിഴങ്ങുവർഗത്തിൽപ്പെട്ട ഭക്ഷണം. 8 മണിക്ക് മുൻപ് പ്രഭാത ഭക്ഷണം. ഇങ്ങനെയായിരുന്നു ഭക്ഷണക്രമം. പച്ചക്കറികളിൽ ചീരയായിരുന്നു ഏറെ ഇഷ്ടം. വാർദ്ധക്യത്തിന്റെ അവശതകളല്ലാതെ കാര്യമായ അസുഖങ്ങൾ ഒന്നും ബാധിക്കാതിരുന്നതും ചിട്ടയായ ജീവിതക്രമം മൂലമായിരുന്നു. ഭർത്താവിന്റെ മരണശേഷം വണ്ടൻമേട് ഇഞ്ചപ്പടപ്പിൽ ഇളയ മകൻ ചെല്ലദുരൈക്കൊപ്പമായിരുന്നു കഴിഞ്ഞിരുന്നത്. ചിന്നത്തായി, രാജ് എന്നിവരാണ് മറ്റു മക്കൾ. അക്ഷരങ്ങളെയും പാട്ടിനെയും നൃത്തത്തെയും അളവറ്റ് സ്നേഹിച്ചിരുന്ന ഈ തോട്ടം തൊഴിലാളി മടങ്ങുന്നത് കൊച്ചു ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങൾ നേടിയാണ്. ഒപ്പം നാടിന് മാതൃക സമ്മാനിച്ചു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഗ്രീൻ കാർഡമം ട്രേഡിംഗ് കമ്പനി ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 118, വിൽപ്പനയ്ക്ക് വന്നത് 25,192, വിൽപ്പന നടന്നത് 22,511, കൂടിയ വില 1916, ശരാശരി വില 1580. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 580 രൂപ, ഏലം കൂടിയ വില 1650, ഏലം ശരാശരി വില 1400, കാപ്പിപ്പരിപ്പ് 240, ഗ്രാമ്പു 1000, കൊക്കോ 55, റബ്ബർ 150. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5780 രൂപ, വെള്ളി 77.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കുമളിയിൽ മക്കൾ ഉപേക്ഷിച്ചതിനെ തുടർന്ന് പോലീസ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സയിലിരിക്കെ വയോധിക മരിച്ച സംഭവത്തിൽ മക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. 2 പേർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള നിയമത്തിലെ വകുപ്പുകൾ ചുമത്തി. ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാനയാക്രമണം. ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ കർഷകന് ഗുരുതര പരിക്കേറ്റു. പരിക്കേറ്റത് ചിന്നക്കനാൽ BL റാം സ്വദേശി വെള്ളക്കല്ലിൽ സൗന്ദർരാജിന്. ബോധി പുരസ്കാരം പ്രശസ്ത ചിന്തകനും പ്രഭാഷകനും എഴുത്തുകാരനുമായ സുനിൽ P. ഇളയിടത്തിന് മന്ത്രി റോഷി അഗസ്റ്റിൻ സമർപ്പിച്ചു. രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിൽ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരുടെ പങ്ക് വലുതാണെന്ന് മന്ത്രി. പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ 2024 ഭാഗമായി ജില്ലയിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ഇതോടനുബന്ധിച്ച് ജില്ലാ കളക്ടർ ഷീബ ജോർജിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.